നമസ്കാരം. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടിയും ഗംഭീരമാകും എന്നാണല്ലോ പ്രയോഗം. മലയാളക്കരയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പതിവ് കലാപരിപാടികൾ ഗംഭീരമാക്കാൻ രണ്ട് പുതിയ സംഭാവനകൾ കൂടി ലഭിച്ച കാര്യം അറിഞ്ഞിരിക്കുമല്ലോ. ഒന്നൊരു വ്യക്തിയും രണ്ടാമത്തേത് ഒരു സംഘടനയുമാണ്. റിപ്പർ ചാക്കോ, ആട് ആന്റണി, മൃഗം സാജു, കൊടി സുനി, കാരി സതീഷ് തുടങ്ങി കേരളം എഴുന്നേറ്റ് നിന്ന് ആദരിച്ച ഗുണ്ടാ കുടുംബത്തിലേക്ക് പൾസർ സുനി എന്ന മഹാനുഭാവനെയും കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഗിന്നസ് ബുക്കിൽ കയറാൻ സാധ്യതയുള്ള കേരളത്തിലെ രാഷ്ട്രീയ കുടുംബത്തിലേക്ക് PC ജോർജിന്റെ കേരള ജനപക്ഷത്തെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് പൊളിമിക്സ് ആരംഭിക്കുന്നു. സ്വാഗതം. കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. അത് കുറച്ച് മുമ്പാണ്. ഇപ്പോൾ കേരളം ക്രിമിനലാലയമാണത്രേ. അത് പൊളിമിക്സിന്റെ മാത്രം അഭിപ്രായമല്ല. CPMകാർ ഒഴികെയുള്ള കേരളത്തിലെ പൊതുജനം ഇപ്പോൾ ആ അഭിപ്രായമുള്ളവരാണ്. തെന്നിന്ത്യ മുഴുവൻ അറിയുന്ന ഒരു നടി ചില സാമൂഹ്യ വിരുദ്ധരാൽ ആക്രമിക്കപ്പെട്ടത് നമ്മുടെ കൺമുന്നിലാണ്. പൊടിപാറ്റിയ അന്വേഷണമാണ് നടക്കുന്നത് എന്നാണ് സർക്കാർ പറയുന്നത്. പ്രതികളെ ഏത് രീതിയിൽ പിടികൂടണമെന്ന കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ സർക്കാരിന് ആശയക്കുഴപ്പമുള്ളൂ. ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. മാളത്തിൽ നിന്ന് തീ വെച്ച് ഉടുമ്പിനെ എങ്ങനെയാണ് പുറത്തെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെയായിരിക്കും കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ ഈ ഗവൺമെൻറ് കൊണ്ടുവരും. ചെയ്തത് വല്ല ഉടുമ്പുമാണെങ്കിൽ സഖാവ് പറഞ്ഞതുപോലെ വല്ല മാളത്തിലും തെരഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഇത് കേട്ടിടത്തോളം അങ്ങനെയല്ലല്ലോ. രാഷ്ട്രീയക്കാരെന്നല്ല ആരും ഇത് ദൈവം ഇപ്പം ഒരു ജീവന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് വിചാരിക്കുക, അതും പിടിക്കപ്പെടും. ബാലൻ സഖാവിനെ ദൈവം കാക്കട്ടെ. ഇങ്ങനെയുള്ളൊരു മന്ത്രിയെയാണ് നമുക്ക് ആവശ്യം. പക്ഷേ ബാലൻ സഖാവിന് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രമല്ലേ പറ്റൂ. ആദ്യം തന്നെ ഈ വൈദ്യുതി വകുപ്പ് പോയി ഈ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഷോക്കടിക്കുന്ന ഒരു വകുപ്പും കൂടിയാണ് വൈദ്യുതിനേക്കാളും. പക്ഷേ അതൊന്നും ഇല്ലാതെ തന്നെ ഷോക്കടിക്കാതെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ ഷോക്ക് അടിപ്പിച്ചേ അടങ്ങൂ. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സഖാവിന് ശരിക്കും ഷോക്കാകുന്ന മറ്റൊരു ചർച്ചയിലേക്ക് കടക്കാം. സഖാവിന് മാത്രമല്ല പൊതുജനത്തിന് മുഴുവൻ ഈ വാക്കുകൾ ഷോക്കായിട്ടുണ്ട്. ചലച്ചിത്ര രംഗത്തുള്ള നമ്മൾ സഹപ്രവർത്തകരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിടയിൽ ക്രിമിനൽ വൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ്. ഇതുവരെ നമ്മളെല്ലാം ചലച്ചിത്ര രംഗത്തുള്ളവരെല്ലാവരും അഹങ്കരിച്ചൊരു കാര്യമുണ്ട്. നമ്മളെല്ലാം സുഹൃത്തുക്കളെ പോലെയാണ്, നമ്മളെല്ലാം അത്രമാത്രം സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയുന്നവരാണ്. നമുക്കിടയിൽ ഇത്തരം ക്രിമിനലുകൾ നുഴഞ്ഞു കയറാനുള്ള യാതൊരു സാധ്യതയില്ലെന്ന്. പക്ഷെ അതുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് തരുന്നൊരു ആപൽ സൂചന തന്നെയാണ്. സിനിമാ രംഗം ഇപ്പോൾ ക്രിമിനലുകളുടെ കയ്യിലാണെന്നായിരുന്നു കമൽ സാറിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. അതൊന്ന് തുറന്നു പറയാൻ പക്ഷേ ഈ നടിയുടെ ജീവൻ അപകടത്തിലാവുന്ന അവസ്ഥ വരെ എത്തി എന്നത് ദുഃഖിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതിൽ പക്ഷേ കമലിനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലിനെക്കാളും സീനിയറാണ് സിനിമയിൽ. പക്ഷേ ഞാൻ കാണുന്ന വളരെ സ്നേഹമുള്ളൊരു സൗഹൃദമുള്ളൊരു അന്തരീക്ഷമായിരുന്നു സിനിമയിലുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള കുറേ ആൻറ്റി സോഷ്യൽസ്, സാമൂഹ്യ വിരുദ്ധന്മാർ സിനിമയുടെ പ്രവർത്തകരായി നുഴഞ്ഞു കയറിയിട്ടുണ്ട്. മയക്കുമരുന്നിൻ്റെ ഉപയോഗം നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, ഞാനായിട്ട് പറയുന്നതല്ല. കഴിഞ്ഞ നാളുകളിൽ കണ്ടുള്ള മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സിനിമാ പ്രവർത്തകരുടെ ചില സംഭവങ്ങൾ, പിന്നെ ഈ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഒരു അധോലോകം, ഇത് പണ്ട് ബോംബെയിലുണ്ടായിരുന്നു. ഈ അധോലോകവും റിയൽ എസ്റ്റേറ്റും സിനിമയും ഒരു ത്രികോണം പോലെ പ്രവർത്തിച്ചിരുന്നൊരു കാലമുണ്ട്. അതുപോലെ കൊച്ചിയിൽ കേന്ദ്രീകരിച്ചുള്ള ഗണേഷ് കുമാറിനുള്ള ഒരു സംശയം ഇപ്പോൾ ഏതായാലും പൊതുജനത്തിന്റെ കൂടി സംശയമാണ്. ഇത്രയും ക്രിമിനലായ ഒരാളെ എന്തിനാണ് ഇവരുടെ ഡ്രൈവറായി നിയമിക്കുന്നത്? അർദ്ധരാത്രി ഒറ്റയ്ക്ക് ഈ നടിയുടെ കൂടെ വിടുന്നത്? ഇന്നലെ അമ്മ അസോസിയേഷൻ യോഗം ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരം പെൺകുട്ടികളെയൊക്കെ, നടീനടന്മാരെയൊക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഓടിക്കുന്നവരടക്കമുള്ളവർ യൂണിയനിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ നമ്മൾ ഏത് സ്ഥാപനത്തിൽ ജോലിക്ക് പോയാലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. എയർപോർട്ടിൽ ജോലിക്ക് വേണം. നമ്മൾ ഒരു അന്യസംസ്ഥാന തൊഴിലാളി പോലും അവരുടെ നാട്ടിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. ഇതൊരു നാട്ടു നടപ്പാണ്. അതുപോലെ ഇതിലും ജോലി ചെയ്യുന്ന ഞാനൊരു സംഘടനയുടെ പ്രസിഡന്റ് ആണെങ്കിൽ എൻ്റെ സംഘടനയിലെ അംഗങ്ങൾ സുതാര്യതയോടെ പ്രവർത്തിക്കുന്ന ഭാഗമായി ഞാൻ അവരെ ഇന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ അതിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. ഗണേഷ് കുമാറിന് ഇനിയുമേറെ പുറത്തു പറയാനുണ്ട്. പക്ഷെ പൊതുവായി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വളരെ പേഴ്സണലായ ചില കാരണങ്ങളുമുണ്ട്. അതെന്താണെന്ന് അദ്ദേഹം തന്നെ പറയും. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പൊതുവിൽ പറയാൻ പറ്റത്തില്ല. അത് എന്നോട് തർക്കിക്കാൻ ഉദ്ദേശിക്കുന്ന സിനിമാക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തിപരമായി ഫോൺ വിളിച്ചാൽ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. ചാനലിൽ നിന്ന് എന്തോണോ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നെ ഫോൺ ചെയ്യണം, എന്താ ഗണേഷ് കുമാർ അങ്ങനെ പറഞ്ഞതെന്ന് അവർക്ക് പറയുമ്പോൾ അവർ ഞെട്ടും.
അതെനിക്ക് പൊതുവായിട്ട് പറയാൻ പറ്റത്തില്ല. അത് അവർ വിളിക്കുമ്പം അങ്ങനെ വല്ല തർക്കമുള്ളവർ, കമലിനൊരു തർക്കമുണ്ടെന്നാരും പറയുന്നത് കേട്ടു. വളരെ എന്താ അങ്ങനെ പറഞ്ഞത്? ഗണേഷ് കുമാറിന് സിനിമയെക്കുറിച്ച് നല്ല പരിചയമുണ്ട്. ഞാൻ സിനിമയുടെ മന്ത്രിയുമായിരുന്നു. കമലിനെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സിനിമയിലുള്ളവരെക്കുറിച്ചും സിനിമാക്കാരെക്കുറിച്ചും സിനിമയുടെ രീതികളെക്കുറിച്ചും എനിക്കറിയാം. കമൽ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ചയാണ് ഇതിൻ്റെ ചെയർമാനായത്. അതൊന്നും പറഞ്ഞ് പഠിക്കരുത്. പറഞ്ഞാൽ പലതും പറയേണ്ടി വരും. അപ്പോൾ ക്രിമിനലുകൾ ഉണ്ടെന്ന് വ്യക്തമായി. ഇനി ഈ ക്രിമിനലുകൾ ആരാണ്? അവർക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? അത്തരം കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. പൾസർ സുനിയുടെ പൾസ് മാത്രമല്ല, മറ്റു ചിലരുടെ പൾസ് കൂടി അളന്നു നോക്കുന്നത് നന്നായിരിക്കും എന്നാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ അഭിപ്രായം. എന്താണ് ഈ കേരള പോലീസിന് ഈ പൾസർ സുനിയെ പിടിക്കാൻ ഇത്ര പേടി എന്നുള്ള ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കുകയാണ്. പൾസർ സുനിയുടെ പൾസിന് ഒരു കുഴപ്പവുമില്ല. അവൻ നല്ല മതയാനെ പോലെ വിഹരിച്ച് അവന് വേണ്ടപ്പെട്ടവരൊക്കെ പ്രൊട്ടക്ഷൻ കൊടുത്ത് കേരളത്തിന്റെ മണ്ണിൽ അവനെ കൊണ്ടു നടക്കുമ്പോ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പൾസാണ് ഉയർന്നിട്ടുള്ളത്. ഈ ക്രിമിനലിനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഗുണ്ടയുടെ പിറകിൽ ആരാണ് സംരക്ഷണം കൊടുത്തിട്ടുള്ളത് എന്നതിന്റെ കഥ, ചരിത്രം ഈ കേരളത്തിന്റെ ജനങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളത് കൊണ്ടാണ് ആ ഗുണ്ടകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ മുന്നോട്ട് പോകുന്നത്. ശോഭയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അതങ്ങ് തുറന്നു പറയുന്നില്ല. ധൈര്യമില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ ധൈര്യമുള്ളവർ വേറെയുണ്ട് ആ പാർട്ടിയിൽ. തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നടി 3 മണിക്കൂർ പീഡിപ്പിക്കപ്പെടുന്നത് നിസ്സാരമായിട്ട് കോടിയേരി ബാലകൃഷ്ണന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കോടിയേരി ബാലകൃഷ്ണന്റെ മകനിൽ പ്രതിയാണെന്നാണ് എനിക്ക് ഈ ഭൂലോകം മുഴുവൻ കാണുന്ന ചാനലിലും ഒരു പറയാനില്ല. ഈ സിനിമാ ലോകത്ത് നിലനിൽക്കുന്ന മാഫിയകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ബിനീഷ് കോടിയേരിയാണ്. ബിനീഷ് കോടിയേരിക്ക് ഈ സംഭവവുമായിട്ടുള്ള ബന്ധത്തെ പരിശോധിക്കപ്പെടണം. രാധാകൃഷ്ണന്റേത് ഈ ദിവസത്തെ ഏറ്റവും ഹോട്ടായ വെളിപ്പെടുത്തലാണ്. പക്ഷെ പറഞ്ഞത് രാധാകൃഷ്ണനായതുകൊണ്ട് ആളുകൾ പറയും വെറുതെ ഗ്യാസ് അടിക്കുകയാണെന്ന്. എന്നാലും വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്തിനായിരിക്കും ബിനീഷ് കോടിയേരി ഇതിന് ഇറങ്ങിയിട്ടുണ്ടാവുക? പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു വലിയ കരുനീക്കമാണ് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകണം. ശോഭയ്ക്കുള്ള മറുപടിയൊന്നും ഇതുവരെ കോടിയേരിയും CPM-ഉം നൽകിയിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിലുള്ള കോടിയേരിയുടെ നിലപാട് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയതാണ്. ഒരുപക്ഷെ ആ നിലപാട് തന്നെയാണ് കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരെ തിരിയാൻ കാരണമായത്. ചീലുണ്ടായത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഈ ഒറ്റപ്പെട്ടൊരു സംഭവത്തെ അടിസ്ഥാനമാക്കി ക്രമസമാധാന തകർച്ച എന്ന് പ്രചരിപ്പിക്കുന്ന UDF അവരുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിൽ ഭദ്രമായൊരു ക്രമസമാധാനമാണ് ഉള്ളത് എന്ന കാര്യം അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം കേരളത്തിൽ തന്നെയാണോ ജീവിക്കുന്നത് എന്നാണ് എൻ്റെ സംശയം. കാരണം ഓരോ ദിവസവും ഓരോ ജില്ലകളിൽ ഹർത്താലാണ്. ക്രമസമാധാന നില അനുദിനം വഷളാകുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം കോടിയേരി ബാലകൃഷ്ണന്റെ മനസ്സമാധാനമാണ് തകർന്നിട്ടുള്ളത്. അതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. കോടിയേരിക്ക് ഏതായാലും ഒരാശ്വാസമുണ്ട്. ഇക്കാര്യത്തിൽ എന്തോ CPI-യും കാനവും കോടിയേരിക്കൊപ്പമാണ്. എന്നൊന്നും പറയാനൊന്നുമായിട്ടില്ല. ഇതിനേക്കാൾ മോശപ്പെട്ട ക്രമസമാധാനമുള്ള ധാരാളം സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിൽ കേരളം മെച്ചപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ്. പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പൊതു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. ഗവൺമെൻറ് സജീവമാകണം. പോലീസ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഇത് കാനത്തിന്റെ അഭിപ്രായം മാത്രമാണോ എന്നാണ് ഇനി അറിയേണ്ടത്. അത് ഉറപ്പിക്കണമെങ്കിൽ ജനയുഗത്തിന്റെ എഡിറ്റോറിയൽ പേജിലെ ലേഖനം നോക്കിയിരിക്കേണ്ടി വരും. അവിടെയാണല്ലോ കാര്യങ്ങൾ കടുപ്പിച്ച് പറയുന്ന ഇടം. വളരെ കടുപ്പിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എറണാകുളം കേന്ദ്രീകരിച്ച് വലിയ മാഫിയ സംഘം തന്നെ സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഒരു സിനിമാ നടി ഇന്നലെ പറയുകയാണ്, ഇത് കൊട്ടേഷൻ സംഘമാണ് ഇത് ചെയ്തിട്ടുള്ളത്. എങ്ങനെ ആ സ്ത്രീ അറിഞ്ഞത് കൊട്ടേഷൻ സംഘമാണെന്ന്? ആ സ്ത്രീയെ കൂടെ ക്വസ്റ്റ്യൻ ചെയ്യണം. മനസ്സിലായില്ലേ? ഇത് കൊട്ടേഷൻ സംഘമാണെന്ന് ഒരു സിനിമ പ്രമുഖ നടിയാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ആ നടിക്ക് അറിയാം ആരാ ഇത് ചെയ്തതെന്ന്. ഒരു സംശയം വേണ്ട. എന്റെ അറിവിലും അവർക്കും അറിയാം. മനസ്സിലായില്ലേ? ആരാണ് ഈ കൊട്ടേഷൻ കൊടുത്തത് എന്നത് തന്നെയാണ് PC-യെ പോലെ എല്ലാവർക്കും അറിയേണ്ടത്. പക്ഷേ PC ചെയ്ത മറ്റൊരു വലിയ കടുങ്കയുണ്ട്. അതറിയാം ഇടവേളയ്ക്ക് ശേഷം.